നമസ്കാരം. കേരള സർക്കാർ കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനം CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതൃത്വത്തിലും ഘടകകക്ഷികൾക്കിടയിലും വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. ദേശീയ തലത്തിൽ BJP സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുന്ന CPM കേരളത്തിൽ ആ നയവുമായി ബന്ധിതമായ ഒരു പദ്ധതിയിൽ പങ്കാളിയായത് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കി. അതായത് കേരളത്തിലെ ഈ അനക്കം പശ്ചിമ ബംഗാളിനും പ്രതിഫലിച്ചു എന്നർത്ഥം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ കേരളം ധാരണാപത്രം ഒപ്പിട്ടതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയെ CPM-ഉം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI-യും നേരത്തെ ശക്തമായി എതിർത്തിരുന്നു. NEP-യുടെ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് PM ശ്രീ വഴി കേന്ദ്രം നടത്തുന്നതെന്നും ഇത് സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ ബദൽ സംവിധാനത്തെ തകർക്കുമെന്നും ഇടതു നേതാക്കൾ ആരോപിച്ചിരുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പദ്ധതിയിൽ ചേർന്നത് ബംഗാളിലെ CPM നേതാക്കളെയും വെട്ടിലാക്കി എന്നതാണ് വസ്തുത. കേന്ദ്രവിരുദ്ധ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പശ്ചിമ ബംഗാളിലെ പാർട്ടിക്ക് കേരളത്തിലെ പാർട്ടി ഭരണത്തെ എങ്ങനെ ന്യായീകരിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. CPM കേന്ദ്ര നേതാക്കൾക്കിടയിലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ടെന്ന സൂചനകളാണ് പുറത്തു വന്നത്. CPI ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. കേരളം പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ CPM സംസ്ഥാന നേതൃത്വവും വിദ്യാഭ്യാസ മന്ത്രിയും നൽകിയ വിശദീകരണങ്ങളും പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി കേന്ദ്രത്തിൽ നിന്ന് സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ടായി ലഭിക്കാനുള്ള ഏകദേശം 1500 കോടി രൂപയോളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഫണ്ട് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായം നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കം എന്ന നിലയിലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നതാണ് വിശദീകരണം. മാത്രമല്ല, PM ശ്രീ പദ്ധതി നടപ്പാക്കിയാലും ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും അംഗീകരിക്കില്ലെന്നും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ നടപ്പാക്കില്ലെന്നുമാണ് CPM പറയുന്നത്. BJP പറയുന്നത് അനുസരിക്കാതെ ഇത് നടപ്പിലാക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാദം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, CPM-ന്റെ വാദം. എന്നാൽ ഈ പദ്ധതിയിൽ ചേരുന്നതോടെ NEP-യിലെ ചില മാനദണ്ഡങ്ങൾ സംസ്ഥാനം അംഗീകരിക്കേണ്ടി വരും എന്നതിനാലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. PM ശ്രീ പദ്ധതി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അതായത് NEP നടപ്പാക്കാനുള്ള സമ്മർദ്ദമാണ് അതിൽ പ്രധാനപ്പെട്ടത്. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. പദ്ധതിയിൽ ചേരുന്ന സംസ്ഥാനങ്ങൾ NEP പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നടപ്പാക്കാൻ സമ്മതിക്കുന്നുവെന്ന ധാരണാപത്രത്തിൽ ഒപ്പിടുക തന്നെ വേണം. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞുവെച്ച് ചില കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ ചേരാൻ സംസ്ഥാനങ്ങളെ നിർബന്ധിക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കേരളത്തിലെ CPM സർക്കാർ ഒടുവിൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. പക്ഷേ ഇത്ര നാളും BJP-യോടൊപ്പം നിൽക്കില്ലെന്നും BJP-യുടെ നയങ്ങളൊന്നും നടത്തില്ലെന്നും പറഞ്ഞ അതേ പിണറായി പെട്ടെന്ന് മലക്കം മറിഞ്ഞതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിമർശന കേന്ദ്രം. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നല്ലതാണെങ്കിൽ പോലും NEP-യിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടപ്പാക്കാൻ BJP സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇവിടെ ഉയർത്തിയിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ പ്രതിരോധ രാഷ്ട്രീയം ഉയർത്തുന്ന CPM ഭരണത്തിന് കീഴിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ CPI-യുടെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് CPM നയിക്കുന്ന സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് LDF മുന്നണിക്കുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതുപോലെ തന്നെ ആശയപരമായ ഭിന്നതകളിലേക്കും വഴിവെച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുന്ന ഇടതുപക്ഷം പ്രാദേശികമായി കേന്ദ്രവുമായി സന്ധി ചെയ്യുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഇരട്ടത്താപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് ഒരു ഭരണപരമായ തീരുമാനത്തിനപ്പുറം CPM-ന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതും ഇന്ത്യൻ ഫെഡറൽ രാഷ്ട്രീയത്തിലെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലെ സമ്മർദ്ദങ്ങളെ തുറന്നു കാട്ടുന്നതുമായ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. കനൽ ഒരു തരി എന്ന പോലെ കേരളത്തിൽ മാത്രമുള്ള ഈ CPM ഇതോടുകൂടി മാഞ്ഞു പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.